കോൺഗ്രസിൻ്റെ ഭരണഘടനയും അതേപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയും അനുശാസിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് അംഗമായ ഒരാൾക്ക് മാത്രമേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമാവാൻ സാധിക്കൂ എന്നതാണ്. അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ ആളുകളുടെ ഒരു സമ്മേളനമാണ് കർഷക സമ്മേളനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ സമ്മേളിച്ചത്, പാറപ്പുറം സമ്മേളിച്ചത്. ആ സമ്മേളനത്തിൽ നിന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം രൂപം കൊണ്ടത്. അവിടെ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തു. ആ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് ആ സമ്മേളനം പിരിഞ്ഞു. പിന്നീട് അല്പം ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെയും അന്നത്തെയും പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇന്ന്. ആ പറശ്ശിനിക്കടവിലെ കൊവ്വൽ എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം ചേർന്ന് അവിടെ ഒരു പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. ആർക്കറിയാം ആ സെക്രട്ടറി ആരാ? 1939 അവസാനം, ഇത് ചിലപ്പോഴും 40ൻ്റെ തുടക്കത്തിൽ. ആർക്കറിയാം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ്? വേവരണം അറിയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ ശബ്ദത്തിൽ പറയണം. അതാ മറ്റാരുമല്ല, അത് സഖാവ് പി കൃഷ്ണപിള്ള തന്നെയാണ്. പി കൃഷ്ണപിള്ള സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി ഘടകമാണ് ആദ്യത്തെ സെല്ലായിട്ടും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയായിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇത് 1939 അവസാനമാണ്. കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഇന്നത്തെ ആധുനിക കേരളം രൂപം കൊള്ളുന്നതിലെ നിർണായകമായ ചരിത്രപരമായ പങ്കുവഹിച്ച ഒരു സന്ദർഭത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. ഞാനിതെല്ലാം പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഇന്ന് ഒരു പ്രത്യേക സ്ഥാനം നേടാൻ സാധിച്ച ഒരു നാടാണ്. ഒരു രാജ്യമാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, ഒരു സംസ്ഥാനം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു നാടാണ്. എങ്ങനെയാണ് ഈ കേരളം ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്? മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിന് എങ്ങനെയാണ് വളരാൻ സാധിച്ചത്? അപ്പോഴാണ് നമുക്ക് CA ഉൾപ്പെടെയുള്ള നേതാക്കളെ കൃത്യമായിട്ട് അടുത്തറിയാൻ പറ്റുക. നേതാവ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും നോട്ടീസ് അടിക്കുമ്പോൾ അതിൻ്റെ പേരിൻ്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവും. എന്തല്ല, ഇപ്പം നമ്മൾ നോട്ടീസ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയാകുമ്പോഴോ പറയുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ഒക്കെ നമ്മൾ പറയാറില്ലേ, ഒരാളുടെ പേരിൻ്റെ വലതുഭാഗത്ത് ഒരു സ്ഥാനപ്പേര് പറയില്ലേ? ഞാനിപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ അതിനെ പറ്റി പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പേരിൻ്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പിന്നെ ആരാ നേതാവ്? ഒരു ജീവിതകാലം മുഴുവൻ നടത്തുന്ന ത്യാഗപൂർണമായ സഹനപൂർണമായ പ്രവർത്തനത്തിലൂടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭരണകൂട അതിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് വലിയ മാരകമായ പരിക്കുകളേറ്റ് അതുപോലെ തന്നെ കൽത്തുറുങ്കിൽ കടന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവബോധമാണ് നേതാവ്. ജനങ്ങളുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ്
നമ്മുടെ ഓരോ നേതാവും മരിക്കുമ്പോഴും നമ്മൾ വിളിച്ചത്, ഇപ്പോഴേറ്റവും അവസാനം സഖാവ് VS മരിച്ചപ്പോൾ നമ്മൾ വിളിച്ചു. എന്താ വിളിച്ചത്? VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അർത്ഥം VS മരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓർമ്മകളിലാണ് നിലനിൽക്കുന്നത്, ജീവിക്കുന്നത്. അങ്ങനെ ഓരോ നേതാവിനെ സംബന്ധിച്ചും നമുക്ക് ഓരോരുത്തരെ പറ്റിയും പറയാൻ പറ്റും, ഇല്ലേ? അങ്ങനെ പറയുമ്പോൾ സുദീർഘമായി പാർട്ടിയെ നയിച്ചവരുണ്ട്, ഹ്രസ്വകാലത്ത് പാർട്ടിയെ നയിച്ചവരുണ്ട്, വളരെ ചുരുക്കം മാത്രം ജീവിച്ച് പോയ നേതാക്കന്മാരുണ്ട്. അതിലൊരാളാണ് കൃഷ്ണപിള്ള. സുദീർഘകാലം പാർട്ടിയെ നയിച്ച EMS പോലുള്ളവരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തെ പറ്റിയുള്ള നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ അവരെയെല്ലാം ഓർക്കുന്നത്, നേതാവായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നേടിയ സ്ഥാനം, അത്തരത്തിൽപ്പെട്ട ഒരാളാണ് സഖാവ് CA വർഗീസ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാ പാർട്ടി, അതാ നേതാവ്. 25 വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് CA ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഊഷ്മളമായ ആ അനുഭവമുള്ള സഖാക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് ഓരോ വർഷവും നമ്മൾ ഈ അനുസ്മരണ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ ബോധമാക്കി മാറ്റുമ്പോൾ അവർ സ്ഥിരമായി ഈ സമൂഹത്തിലെ ജനതയുടെ മനസ്സിലങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. ആ സഖാവിൻ്റെ സ്മരണയാണ് നമ്മൾ ഇന്ന് വീണ്ടും പുതുക്കുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, ഓരോ നാട്ടിലേക്കും പോവുക, തിരിച്ചു വരുന്നതിന് വാഹനപ്പറ്റി, തിരിച്ചു വരുന്ന ബസ്സിനെപ്പറ്റി പോലും ആലോചിക്കാനില്ല. ബസ്സില്ല, കാറില്ല, സ്കൂട്ടറില്ല, ഓട്ടോറിക്ഷയില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ താമസിക്കുക, അവിടുത്തെ വീട്ടിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിക്കുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീണ്ടും പുറപ്പെടുക. രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ സൗഹൃദപൂർണമായ ജീവിതത്തോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിതവും ശാക്തിയായി മുന്നോട്ടേക്ക് വന്നത്. അത് ചെറിയൊരു ബന്ധമായിരുന്നില്ല. ഇപ്പോഴാ ബന്ധം ഇല്ല എന്നുള്ള സത്യമാണ്. സഖാവ് CAയുടെയൊക്കെ കാലത്ത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അതുപോലെ കൊടിയ മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനം വരെ ഇത്തരത്തിൽ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും പാവപ്പെട്ട ജനങ്ങളെയും അവരിൽ നിന്ന് ഉയർന്നു വന്ന പാർട്ടി കേഡർമാരെയും പാർട്ടിയെയും എല്ലാം നയിച്ചുകൊണ്ടാണ് ജില്ലയിലെ ഏറ്റവും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് സഖാവ് CA വർഗീസ് മാറിയത്. ആ CA വർഗീസിൻ്റെ അനുഭവങ്ങളിലൂടെ ഈ പാർട്ടി ഇന്ന് വളർന്ന് പന്തലിച്ചു. ഈ പാർട്ടിക്ക് മുന്നേറാനായി. അങ്ങനെ മുന്നേറിയതിൻ്റെ ഭാഗമായിട്ട് കേരളീയ സമൂഹം എങ്ങനെയാണ് വളർന്നത്, ഞാനും നിങ്ങളും എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത്, അത് പരിശോധിക്കുമ്പോഴാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായും അതിൻ്റെ വളർച്ചയുടെ ഭാഗമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സജീവമായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമായി. ബംഗാൾ ഉണ്ടായിരുന്നു, ത്രിപുരയുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പിന്നോക്കം പോയി.